സഹ്യന്റെ മടിത്തട്ടിൽ പച്ചപ്പും കുളിർമയും പുതച്ചു നിൽക്കുന്ന പോരൂരിന്റെ പുണ്യഭൂമി. ഇവിടെ കാലത്തിന്റെ യവനികയിൽ വിസ്മയങ്ങൾ തീർത്ത ഒരു അക്ഷരഗോപുരം തല ഉയർത്തി നിൽക്കുന്നു. സെന്റ് സെബാസ്റ്റ്യൻസ് LP സ്കൂൾ. ഇതൊരു വെറും വിദ്യാലയമല്ല, മറിച്ച് തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ട ഒരു സംസ്കാരമാണ്. അറിവിന്റെ വെളിച്ചം തേടി വന്ന ആയിരക്കണക്കിന് കുരുന്നുകൾക്ക് സ്വപ്നങ്ങളുടെ ആകാശം തുറന്നുകൊടുത്ത സ്നേഹവീട്. ഇന്ന് കാലചക്രം 69 വർഷങ്ങൾ പിന്നിടുമ്പോൾ നാം ഒത്തുചേരുകയാണ്. വർണ്ണപ്പകിട്ട് 2026 തിരുമുറ്റത്ത്. എന്താണ് ഈ വർണ്ണപ്പകിട്ട്? അത് നമ്മുടെ കുട്ടികളുടെ ചിരിയാണ്. അവരുടെ കളിച്ചിരികളിൽ വിരിയുന്ന നിഷ്കളങ്കതയുടെ നിറമാണ്. അറിവിന്റെ ആദ്യാക്ഷരങ്ങൾ നാവിലുറയ്ക്കുമ്പോൾ ആ കണ്ണുകളിൽ തെളിയുന്ന തിളക്കമാണ്. ഓരോ കുട്ടിയും ഓരോ വർണ്ണമാണ്. ആ വർണ്ണങ്ങൾ ഒത്തുചേരുമ്പോഴാണ് ഈ വിദ്യാലയം ഒരു മഴവില്ലായി മാറുന്നത്. ഗ്രാമീണ നിഷ്കളങ്കതയുടെയും നഗരതുല്യമായ പഠന മികവിൻ്റെയും സാംസ്കാരിക പൈതൃകത്തിൻ്റെയും അപൂർവമായ കൂടിച്ചേരൽ. മണ്ണറിഞ്ഞും വിണ്ണറിഞ്ഞും മനുഷ്യനെ അറിഞ്ഞും വളരുന്ന ഒരു തലമുറയുടെ സാക്ഷ്യപത്രമാണ് ഈ റിപ്പോർട്ട്. 69 വർഷങ്ങളുടെ പാരമ്പര്യം പേറുന്ന സെന്റ് സെബാസ്റ്റ്യൻസിന്റെ തിരുമുറ്റത്ത് അറിവിന്റെയും കലകളുടെയും ആഘോഷങ്ങളുടെയും വർണ്ണങ്ങൾ ചാലിച്ചെഴുതിയ ഈ വർഷത്തെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. വർണ്ണപ്പകിട്ട് 2026. കാലം ചായിച്ച ചായക്കൂട്ടുകൾ. 1957 ജൂൺ 17 പോരൂരിന്റെ ചരിത്രത്തിൽ സുവർണ ലിപികളാൽ കുറിക്കപ്പെട്ട ദിനം. ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് എന്ന പ്രാർത്ഥനയുമായി ബഹുമാനപ്പെട്ട ബ്രഗാൻസ അച്ഛൻ കൊളുത്തിയ ആ ചെറിയ കൈത്തിരി ഇന്ന് 1000 വർണ്ണങ്ങളുള്ള ഒരു മഹാപ്രസ്ഥാനമായി ജ്വലിച്ചു നിൽക്കുന്നു. അന്നത്തെ കറുപ്പും വെളുപ്പും നിറഞ്ഞ കാലഘട്ടത്തിൽ നിന്ന് ഇന്ന് കാണുന്ന ഈ വർണ്ണപ്പകിട്ടിലേക്ക് വിദ്യാലയം വളർന്നത് പ്രതിഭാധനരായ മാനേജർമാരുടെയും പ്രധാന അധ്യാപകരുടെയും അധ്യാപക ശ്രേഷ്ഠരുടെയും സമർപ്പണം കൊണ്ടാണ്. കാലചക്രത്തിനൊപ്പം സഞ്ചരിക്കുമ്പോഴും മൂല്യങ്ങളുടെ തനിമ ചോരാതെ നാം കാത്തു സൂക്ഷിക്കുന്ന പാരമ്പര്യം ഈ വിദ്യാലയത്തിന്റെ മാറ്റുകൂട്ടുന്നു. വഴി കാട്ടുന്ന വെളിച്ചങ്ങൾ. ഈ വിദ്യാലയത്തെ നയിക്കുന്ന സാരഥികളെ നന്ദിയോടെ സ്മരിക്കട്ടെ. കോർപ്പറേറ്റ് മാനേജർ ബഹുമാനപ്പെട്ട ഫാദർ സിജോ ഇളങ്കുന്നപ്പുഴ, സ്കൂൾ മാനേജർ ബഹുമാനപ്പെട്ട ഫാദർ ജോയി പുല്ലങ്കുന്നേൽ, അസിസ്റ്റന്റ് മാനേജർ ഫാദർ ബോബി പാലപ്പുഴ, വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകുന്ന AEO ശ്രീ സുനിൽ കുമാർ സർ, BPO ശ്രീ സുരേഷ് സർ, വിദ്യാലയത്തെ മുന്നിൽ നിന്ന് നയിക്കുന്ന പ്രധാനാധ്യാപിക ശ്രീമതി ജാൻസി AV എന്നിവർക്കൊപ്പം അധ്യാപകരായ സിസ്റ്റർ ലിസി, അഞ്ജലി മാത്യു, സുചിത്ര, നിഷ ബാബു, ബിന്ദു അഗസ്റ്റിൻ, രമ്യ M, ടോം ജോസഫ് എന്നിവരുടെ സേവനം വിലമതിക്കാനാവാത്തതാണ്. ഒപ്പം വിദ്യാലയത്തിന്റെ കരുതലാകുന്ന രത്നവല്ലി ചേച്ചിയും നമുക്കൊപ്പമുണ്ട്. അറിവിന്റെ വസന്തം. ഈ വർഷത്തെ അക്കാദമിക് കലണ്ടർ തുറന്നത് തന്നെ ഒരു മഴവില്ലഴകോടെയാണ്. നവാഗതരെ മിഠായി മധുരം നൽകി സ്വീകരിച്ച പ്രവേശനോത്സവം വിദ്യാലയമുറ്റത്തെ വർണ്ണാഭമാക്കി. പ്രീ പ്രൈമറി വിഭാഗത്തിൽ 35 കുരുന്നുകളാണ് ഇത്തവണ വിദ്യാലയത്തെ ധന്യമാക്കുന്നത്. ഓൾ കേരള അമയ ടാലന്റ് സെർച്ച് സ്കോളർഷിപ്പ് പരീക്ഷയിൽ LKG വിഭാഗത്തിൽ 17 റാങ്കുകളും 2 ഡിസ്റ്റിങ്ഷനുകളും, UKG വിഭാഗത്തിൽ 9 റാങ്കുകളും 6 ഡിസ്റ്റിങ്ഷനുകളും കരസ്ഥമാക്കി നമ്മുടെ കുട്ടികൾ അത്ഭുതം സൃഷ്ടിച്ചു. ഇവരെ നയിക്കുന്ന ശ്രീമതി നിഷ ബാബു, ശ്രീമതി ബിന്ദു അഗസ്റ്റിൻ എന്നിവരെ സ്നേഹത്തോടെ ഓർക്കുന്നു. പഠനത്തിന്റെ പകിട്ട്. പ്രീ പ്രൈമറിയിലെ കുരുന്നുചിരികൾ മുതൽ 4ാം ക്ലാസ്സിലെ ഗൗരവമുള്ള പഠനം വരെ ഓരോ ക്ലാസ് മുറിയും അറിവിന്റെ ഓരോ നിറക്കൂട്ടായിരുന്നു. ശരീരവും മനസ്സും ഒരേപോലെ ഉണർത്താൻ സുംബ പരിശീലനം കുട്ടികളിൽ പുതിയ ഊർജം നിറച്ചു. കരുതലിന്റെ സ്പർശം. പിന്നോക്കം നിൽക്കുന്നവരെ കൈപിടിച്ചുയർത്തുവാൻ ശ്രദ്ധ പദ്ധതിയും ഗണിതത്തിലും വായനയിലും മികവ് പുലർത്തുവാൻ മഞ്ചാടി പദ്ധതിയും കുട്ടികളുടെ ജീവിതത്തിന് പുതിയ നിറങ്ങൾ നൽകി. എല്ലാവരും എഴുതുന്നു, എല്ലാവരും വായിക്കുന്നു. കുട്ടികളുടെ അടിസ്ഥാന പഠന നിലവാരം മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ മാനന്തവാടി കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസി നടപ്പിലാക്കുന്ന വിപ്ലവകരമായ പദ്ധതിയാണ് എല്ലാവരും എഴുതുന്നു, എല്ലാവരും വായിക്കുന്നു. അക്ഷരമുറ്റത്തെത്തുന്ന ഓരോ കുരുന്നിനും വായനയുടെയും എഴുത്തിന്റെയും ലോകം അനായാസം തുറന്നു കൊടുക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. ഈ പദ്ധതിയിലൂടെ കുട്ടികളിലുണ്ടായ മാറ്റം വിദ്യാലയത്തിന്റെ അക്കാദമിക് നിലവാരം ഉയർത്തുന്നതിൽ വലിയ പങ്കുവഹിച്ചു. ഭാഷാപരമായ ഈ അടിത്തറ കുട്ടികൾക്ക് മറ്റ് വിഷയങ്ങൾ പഠിപ്പിക്കുന്നതിനും ആത്മവിശ്വാസത്തോടെ ആശയങ്ങൾ പ്രകടിപ്പിക്കുന്നതിനും സഹായകരമായി മാറിയിരിക്കുന്നു. പിന്തുണയുടെ കരുത്ത്. ശ്രീ ഷിജോ ജോസഫ്, ശ്രീമതി സുമിത്ര ചീരളം എന്നിവരുടെ നേതൃത്വത്തിൽ വിദ്യാലയത്തിന്റെ വികസനത്തിന്
PTA, MPTA, SSG സമിതികൾ നൽകിയ പിന്തുണ നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ തിളക്കമേകി. കുട്ടികളുടെ സുരക്ഷ മുൻനിർത്തി സ്കൂൾ റോഡ് നവീകരിച്ച PTA പ്രവർത്തനങ്ങൾ പ്രത്യേകം പ്രശംസനീയമാണ്. ജനാധിപത്യം പിന്തുണ. നാളത്തെ ജനാധിപത്യ വിശ്വാസികളെ വാർത്തെടുക്കുവാൻ സ്കൂൾ പാർലമെന്റിലൂടെ നമുക്ക് സാധിച്ചു. വിദ്യാലയത്തിന്റെ ശബ്ദമായി തിരഞ്ഞെടുക്കപ്പെട്ടവർ സ്കൂൾ ലീഡർ ഐറിൻ മരിയ ബിനു, അസിസ്റ്റന്റ് ലീഡർ അലൈന ഷിജോ, ബാലസഭാ സെക്രട്ടറി മുഹമ്മദ് ഫിനാൻ, ജോയിന്റ് സെക്രട്ടറി അനന്തിത അരുൺ, ക്ലബ് സെക്രട്ടറി ജുവാൻ രജേഷ്. തനത് പ്രവർത്തനങ്ങൾ, വേറിട്ട കാഴ്ചകൾ. സെന്റ് സെബാസ്റ്റ്യൻസിന്റെ യശസ്സിന് മാറ്റുകൂട്ടുന്നത് നമ്മുടെ മാത്രം പ്രത്യേകമായ തനത് പ്രവർത്തനങ്ങളാണ്. ശാസ്ത്രവിസ്മയം. മാസത്തിൽ 2 തവണ കുട്ടികൾ തന്നെ ചെയ്യുന്ന ശാസ്ത്ര പരീക്ഷണങ്ങൾ, അത്ഭുതത്തിന്റെ പുതിയ വർണ്ണങ്ങൾ അവർ അവിടെ കണ്ടെത്തി. ഡിജിറ്റൽ ലോകം. ഇംഗ്ലീഷ് മലയാളം ടൈപ്പിംഗ് പരിശീലനം. വിരൽത്തുമ്പിലെ അക്ഷരങ്ങളിലൂടെ അവർ നാളത്തെ ലോകത്തേക്ക് നടന്നു കയറുന്നു. ചിന്തയുടെ തിളക്കം. ഒരു ദിനം ഒരു ചോദ്യം, ഉത്തരം പറഞ്ഞില്ലെങ്കിൽ കടം, പഴഞ്ചൊല്ലിൽ പതിരില്ല എന്നീ സെഷനുകൾ കുട്ടികളുടെ ബുദ്ധിശക്തിക്ക് മൂർച്ച കൂട്ടി. ലോകജാലകം. ദിവസവും അസംബ്ലിയിൽ അവതരിപ്പിക്കുന്ന പത്രവാർത്താ തലക്കെട്ടുകൾ ലോകത്തിന്റെ വിവിധ നിറങ്ങൾ അവർക്ക് മുന്നിൽ തുറന്നുവെച്ചു. കേരള സ്കൂൾ ശാസ്ത്രോത്സവം. വിജ്ഞാനത്തിന്റെ നിറങ്ങൾ. ശാസ്ത്ര കൗതുകങ്ങളും കരവിരുതും മാറ്റുരച്ച ഉപജില്ലാ ശാസ്ത്രോത്സവ വേദിയിൽ നമ്മുടെ വിദ്യാലയം മികച്ച നേട്ടങ്ങൾ കൊയ്തു. വിദ്യാലയങ്ങൾ തയ്യാറാക്കിയ ഗണിത മാഗസിൻ നിർമ്മാണത്തിൽ A ഗ്രേഡോടുകൂടി 4ാം സ്ഥാനം നേടി. നാം കരുത്തു തെളിയിച്ചു. വ്യക്തിഗത ഇനങ്ങളിൽ വിജയികളായവർ: അനന്തിത അരുൺ, ബുക്ക് ബൈൻഡിംഗ് 3rd A ഗ്രേഡ്; അലൈന ഷിജോ ആൻഡ് അനോൺ ഷാജി, ലഘുപരീക്ഷണം B ഗ്രേഡ്; അൽന മാത്യു, ഒറിഗാമി B ഗ്രേഡ്; ആൻലിയ അനീഷ്, പേപ്പർ ക്രാഫ്റ്റ് B ഗ്രേഡ്; ഐറിൻ അന്ന ഷിനു, എംബ്രോയിഡറി B ഗ്രേഡ്; സ്വാതിക ടിയ, വെജിറ്റബിൾ പ്രിന്റ് B ഗ്രേഡ്; ജുവാൻ രജീഷ് ആൻഡ് അൽന മരിയ ജിനീഷ്, പരിസര നിരീക്ഷണം B ഗ്രേഡ്; ആദിദേവ് EB, ബാംബു പ്രൊഡക്ട്സ് C ഗ്രേഡ്; ആരോൺ KA, വേസ്റ്റ് മെറ്റീരിയൽ C ഗ്രേഡ്; ആരുഷ് KK, ഗണിത പസിൽ C ഗ്രേഡ്; ഫിനാൻ ആൻഡ് നിവേദിക, ചാർട്ട് C ഗ്രേഡ്; മാക്സ്വെൽ V തോമസ്, ജോമെട്രിക്കൽ ചാർട്ട് C ഗ്രേഡ്; റേഞ്ചൽ റോസ് ആൻഡ് ദിയ ജിബി, ശേഖരണം C ഗ്രേഡ്; യാദവ് ലാൽ, കാർഡ് ആൻഡ് സ്ട്രോബോർഡ് C ഗ്രേഡ്. കലയുടെ നിറക്കൂട്ട്. കലയുടെ വർണ്ണപ്പകിട്ടാർന്ന വേദിയിൽ നമ്മുടെ കുരുന്നുകൾ ആടിയും പാടിയും അഭിനയിച്ചും കാണികളുടെ മനം കവർന്നു. കലോത്സവ വേദിയിലെ നമ്മുടെ അഭിമാന താരങ്ങൾ: ഐറിൻ മരിയ ബിനു, മോണോ ആക്ട് 1st A ഗ്രേഡ്; അലൈന ഷിജോ, മലയാളം പ്രസംഗം A ഗ്രേഡ്; പ്രദക്ഷിണ പ്രവീൺ, ഇംഗ്ലീഷ് അഭിനയഗാനം A ഗ്രേഡ്; അനോൺ ഷാജി, ലളിതഗാനം 3rd A ഗ്രേഡ്; സ്വാതിക ടിയ, കഥാകഥനം 3rd A ഗ്രേഡ്; സംഘഗാനം 2nd A ഗ്രേഡ്; ദേശഭക്തി ഗാനം 3rd A ഗ്രേഡ്; നിധുൻ സുരേഷ്, മലയാളം പദ്യം ചൊല്ലൽ B ഗ്രേഡ്; അനന്തിത അരുൺ, ഇംഗ്ലീഷ് പദ്യം ചൊല്ലൽ C ഗ്രേഡ്; ദിയ ജിബി, അഭിനയഗാനം C ഗ്രേഡ്. സുവർണ നേട്ടം. വർണ്ണപ്പകിട്ട് 2026 ഏറ്റവും തിളക്കമാർന്ന അധ്യായം ഇതാണ്. ദേശീയ തലത്തിൽ സെന്റ് സെബാസ്റ്റ്യൻസിന്റെ കീർത്തി വാനോളം ഉയർത്തിയ നിമിഷം. ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സിന്റെ പരമോന്നത ബഹുമതിയായ ഗോൾഡൻ ആരോ പുരസ്കാരം നമ്മുടെ 8 പ്രതിഭകൾ കരസ്ഥമാക്കി. വയനാട് ജില്ലയെ പ്രതിനിധീകരിച്ച് ഈ പരീക്ഷയിൽ പങ്കെടുത്ത ഏക വിദ്യാലയം എന്ന ഖ്യാതിയും നാം സ്വന്തമാക്കി. ഈ വിജയത്തിന് പിന്നിലെ വർണ്ണങ്ങൾ ഇവരാണ്: ആൽഡ്രിൻ പ്രസാദ്, ജുവാൻ രജീഷ്, മാക്സ്വെൽ V തോമസ്, അലൈന ഷിജോ, അൽന മരിയ ജിനീഷ്, അനന്തിത അരുൺ, ആൻഡ്രിയ സിജു ആൻഡ് ഐറിൻ മരിയ ബിനു. രാപ്പകലില്ലാത്ത അധ്വാനത്തിലൂടെ ഈ കുരുന്നുകളെ വിജയത്തിലേക്ക് നയിച്ച പരിശീലകർ, അധ്യാപകരായ ശ്രീ ടോം ജോസഫ്, ശ്രീമതി നിഷ ബാബു എന്നിവരെയും ഈ സുവർണ നേട്ടത്തെയും നാം ആദരവോടെ നോക്കിക്കാണുന്നു. പാഠ്യാനുബന്ധം. കലയുടെ നിറക്കൂട്ട്. കലയും സാഹിത്യവും കൃഷിയും ഒത്തുചേർന്നപ്പോൾ വിദ്യാലയം ഒരു ഉത്സവ പറമ്പായി മാറി. സർഗവസന്തം. വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ കോലുമിഠായി മാഗസിൻ കുട്ടികളുടെ ഭാവനയെ നിറക്കൂട്ടാക്കി മാറ്റി. വിദ്യാരംഗം സർഗോത്സവത്തിൽ മാക്സ്വെൽ V തോമസ്, അവന്തിക PA, അനന്തിത അരുൺ എന്നിവർ പങ്കെടുത്തു. വായന തുടരും. വാങ്മയം എന്നീ പ്രവർത്തനങ്ങൾ അക്ഷരങ്ങളുടെ മാസ്മരിക ലോകം തുറന്നു. സംസ്കാര പകിട്ട്. നമ്മുടെ പൈതൃകത്തെ അടുത്തറിയുവാൻ നാം ഒപ്പറ ഗോത്രഫെസ്റ്റ് സംഘടിപ്പിച്ചു. നാടിന്റെ തനിമ വിളിച്ചോതിയ ഈ ഉത്സവം കുട്ടികൾക്ക് പുതിയൊരു അനുഭവമായി. സമൂഹത്തോടുള്ള ഉത്തരവാദിത്തം മറക്കാതെ ലഹരിക്കെതിരെ വിരൽ ചിത്രങ്ങളും
ഒപ്പുമരവും റാലിയും തീർത്ത് വിപുലമായ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ നാം ഏറ്റെടുത്തു. ആയൂർ 2025 ഡോക്ടേഴ്സ് ഡേയും ആരോഗ്യ ക്ലബിന്റെ പ്രവർത്തനങ്ങളും സുരക്ഷിതമായ നാളെയെ ഉറപ്പുവരുത്തി. പച്ചപ്പിന്റെ കുളിർമ. മാനന്തവാടി SH പ്രൊവിൻസ് NGO ആയ ഷെയർ സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ എൻ്റെ വിദ്യാലയം എൻ്റെ കൃഷി പദ്ധതിയിലൂടെ വിഷരഹിത പച്ചക്കറികൾ മാത്രമല്ല, പച്ചപ്പിന്റെ നന്മയും കുട്ടികൾ അറിഞ്ഞു. കുട്ടികൾക്കായി ഒരു ഏകദിന ക്യാമ്പ് നടത്തുകയും ചെയ്തു. രുചിക്കൂട്ട് പലഹാരമേള സ്നേഹത്തിന്റെ പങ്കുവെക്കലായി മാറി. സീഡ് ക്ലബ്ബ്. പരിസ്ഥിതി സംരക്ഷണവും ബോധവൽക്കരണവും ലക്ഷ്യമിട്ട് നമ്മുടെ വിദ്യാലയത്തിൽ പ്രവർത്തിക്കുന്ന മാതൃഭൂമി സീഡ് ക്ലബ്ബ് ഈ വർഷം ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചത്. സീഡ് ക്ലബ് കോർഡിനേറ്ററായ ശ്രീമതി അഞ്ജലി മാത്യുവിന്റെ മികവുറ്റ നേതൃത്വത്തിൽ വിദ്യാലയത്തിൽ നിരവധി പ്രകൃതി സൗഹൃദ പദ്ധതികൾ നടപ്പിലാക്കി വരുന്നു. ജൈവ വൈവിധ്യ സംരക്ഷണവും പരിസ്ഥിതി ബോധവൽക്കരണത്തിനുമായി ക്ലബ്ബ് നടത്തിയ മികച്ച പ്രവർത്തനങ്ങൾ പരിഗണിച്ച് ഇത്തവണത്തെ ഹരിതമുകുളം അവാർഡ് നമ്മുടെ വിദ്യാലയം കരസ്ഥമാക്കി. പച്ചക്കറിത്തോട്ട നിർമ്മാണം, സ്കൂൾ പരിസര ശുചീകരണം, ബോധവൽക്കരണ ക്ലാസുകൾ എന്നിവയിലൂടെ കുട്ടികളിൽ പരിസ്ഥിതി അവബോധം വളർത്തുവാൻ സീഡ് ക്ലബിന്റെ പ്രവർത്തനങ്ങൾക്കായിട്ടുണ്ട്. ഉല്ലാസത്തിന്റെ നിറങ്ങൾ. പഠനഭാരമില്ലാതെ ഉല്ലാസത്തിന്റെ നിമിഷങ്ങളും നമ്മൾ പങ്കുവച്ചു. ഈ വർഷം നമ്മുടെ LKG കുരുന്നുകൾ ബോയ്സ് ടൗണിലുള്ള കോമാച്ചി പാർക്കിലേക്കും LP വിഭാഗം കുട്ടികൾ ലക്കിടിയിലുള്ള ടീൻസാനിയ പാർക്കിലേക്കും വിനോദയാത്ര നടത്തി. പ്രകൃതിയെ അറിഞ്ഞും കളിച്ചും ചിരിച്ചും അവർ ആ ദിനങ്ങൾ ആഘോഷമാക്കി. വർണ്ണങ്ങൾ മായുന്നില്ല. പഴമയുടെ പ്രൗഢിയും പുതുമയുടെ തിളക്കവുമായി സെന്റ് സെബാസ്റ്റ്യൻസ് LP സ്കൂൾ 69 വർഷങ്ങൾ പിന്നിടുന്നു. ബ്രഗാൻസ അച്ഛൻ കണ്ട സ്വപ്നം ഇന്ന് 1000 വർണ്ണങ്ങളുള്ള ഒരു യാഥാർത്ഥ്യമായി മാറിക്കൊണ്ടിരിക്കുന്നു. ഈ വർണ്ണപ്പകിട്ട് ഇവിടെ അവസാനിക്കുന്നില്ല. വരും വർഷങ്ങളിൽ കൂടുതൽ ശോഭയോടെ, കൂടുതൽ കരുത്തോടെ നമുക്ക് മുന്നേറാം. ഈ വിജയയാത്രയിൽ കൂടെ നിന്ന മാനേജ്മെന്റിനും സ്നേഹനിധികളായ രക്ഷിതാക്കൾക്കും നാട്ടുകാർക്കും എല്ലാറ്റിനുമുപരിയായി ഈ അക്ഷരമുറ്റത്തെ ജീവസുറ്റതാക്കുന്ന പ്രിയപ്പെട്ട കുരുന്നുകൾക്കും നന്ദി. അറിവിന്റെ വെളിച്ചവുമായി നമുക്ക് ഇനിയും ബഹുദൂരം മുന്നോട്ട് പോകാം. നന്ദി, നമസ്കാരം.